വാ, ഇതിലേ പോവാം. വേണ്ടടാ, ഇതുവഴി പോവാം. ഇതാണെന്ന് എളുപ്പവഴി. ഓഹോ, നിനക്ക് ആ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി ഒന്ന് നടക്കണം അല്ലേ? ആ, അത് ശരി. അതെന്താ അവൾ ഓടിക്കളഞ്ഞത്? അവക്ക് എന്നെ ഭയങ്കര പേടിയാ. നീ വല്ല തെമ്മാടുത്തം കാണിച്ചോ? ഏയ്, ഞാൻ അവളുടെ വിരളി പോലും തൊട്ടിട്ടില്ല. പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവൾ കിട്ടാന്ന് വിറയ്ക്കും. അവളാണെങ്കിൽ ഒരു കൊച്ചു പെണ്ണു, നീ ഒരു മയമില്ലാത്തൊരു തടിമാണ്. ഇനി അവള് പേടിക്കാതിരിക്കും. എന്നാലും അവക്കെന്നെ ഇഷ്ടമാ. എന്നാ പിന്നെ വായി നോക്കി നടക്കാതെ അവളെ കെട്ടിക്കൂടെ? അവളെ പിന്നെ നോക്കാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. കെട്ടാം, പക്ഷേ കുറച്ച് കഴിയട്ടെ. സ്ത്രീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല. അത് മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിലോ. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത്. എന്താടാ ഒരു ചിരി? ചിങ്ങമാസത്തി നല്ല മഴ കാണുമോ? കല്യാണ ദിവസം മഴ പെയ്യണോ? മഴയുണ്ടേ കൊള്ളാമായിരുന്നു. തണുപ്പ തവളെ അങ്ങ് കെട്ടിപ്പിടിച്ചോ. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തുപോകും. എടാ, പെണ്ണ് കെട്ടുന്നതും കെട്ടിപ്പിടിക്കാനും മുത്തം വയ്ക്കാനും മാത്രമല്ല. പിന്നെന്തിനാ? ചോറും കറിയും വെച്ചിടാനോ? അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ. എന്താടി പെണ്ണെ നിന്ന് കുഴയുന്നത്? വഴിമാറിയത്. ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത്? എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അത് പറയാനാണ് ഞാൻ വന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. മുത്തം വന്നു. ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നീ അന്തം പിടിക്കൊന്നും വേണ്ട. പെണ്ണ് എന്റെ മോള് തന്നെ, പാലമ്മ. അതൊക്കെ വലിയവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. അതാണ് ഗുരുത്വം. എന്നാ പിന്നെ അമ്മയും മോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പോണു. ഇവന്റെ ചിറ്റപ്പനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അത് മതി. പിന്നെ ഒരു കാര്യം, എന്റെ മകളെ കിട്ടുന്നവന് 15 പവന്റെ ഉരുപ്പിടിയും 3 ഏക്കർ പുരയിടവും കൊടുക്കും. അത് ഞങ്ങൾക്കറിയാം. പറയുമ്പം പൊങ്ങച്ചം പറയുന്നതാണെന്ന് നിനക്കരുത്. ഇത്രയും വലിയൊരു സ്ത്രീധന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, അല്ലേ? എപ്പം പോട്ടെ. നീ എന്ത് പറയുന്നടാ? ഈ കല്യാണം വേണ്ടമ്മേ. ആ പെണ്ണിന് എന്താ ഒരു കുറ്റം? കുറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. അന്ന് കരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ചെയ്യാനോ. കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ 2 രൂപ ഞാൻ തന്നേക്കാം. എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട. അത് കമലത്തിന്റെ ഇഷ്ടം. എന്നാ എന്റെ ഇഷ്ടം. അയ്യോ, മുള്ളുകൊണ്ട് മുറിഞ്ഞല്ലോ. ഞാനത് തുടച്ചു തരാമായിരുന്നു. പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം. ഞാൻ നിന്റെ അപ്പൻ്റെ അടുത്ത് ഇന്ന് പറയാൻ പോകും. കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കമലം നിന്നെ രാജകുമാരിയാ. ഒരു കാശും സ്ത്രീധനം വേണ്ടെന്നാ ബാലയ്യൻ പറയും. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പാലയന്റെ സ്വഭാവം അത്ര നല്ലതല്ല. ചെറുപ്പമല്ലേ, അങ്ങനെ വല്ല നമുക്ക് കാണും. ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവനിപ്പോ കാളിപ്പലയെ വെച്ചോണ്ടിരിക്കുക. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവളെങ്കിലും പട്ടിണിയില്ലാത്ത ഒരു വീട്ടിൽ ചെല്ലട്ടെ.
പട്ടണത്ത് വാങ്ങിച്ചാ ഛേ, വാങ്ങിച്ചിട്ട് 2 കൊല്ലമായി. അല്പം തകരാറ്, നന്നാക്കാൻ കൊടുത്തതാ. ചന്തയിൽ വലിയ തിരക്കായിരിക്കും. നീ പെണ്ണേട്ടാൻ പോയാണല്ലേ? ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. ആ പാവങ്ങൾ, അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാന്ന് കരുതി. നീ ഏതോ ഒരു കാളിപ്പലിച്ചയ്ക്ക് ചിലവിനോട് വെച്ചോണ്ടിരിക്കല്ലയോ? അത് കീപ്പ്, ഇത് വൈഫ്. മനസ്സിലായില്ല? കാലൊരു സ്റ്റെപ്പിനി. മനസ്സിലായി. നിനക്ക് മനസ്സിലാവും, പക്ഷെ ഇവിടുത്തെ പല പനകേറികൾക്ക് അത് മനസ്സിലാവും. എനിക്ക് കണ്ടമാനം പണമുണ്ട്. എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ അതുകൊണ്ട് എന്റെ കീപ്പായിട്ട് നിർത്തും. നീ വെക്കുവല്ലേടാ? അയ്യോ! 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 ഷർട്ട് വിടാൻ കഴുത്ത് പിടിക്കണം. കമല എന്റെ പെണ്ണാണടാ. അയ്യോ! ഞാൻ പോയി, ഞാൻ പോയി. അയ്യോ! അവളെ മുത്തം മാത്രമേ കെട്ടൂ. കെട്ടിച്ചേരും. എതിർത്താൽ എതിർപ്പില്ല, എതിർപ്പില്ല. അയ്യോ! അയ്യോ, കാല് വിടില്ല. അയ്യോ! അയ്യോ! അവിടെ അയ്യോ! 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 ഓടി. ഒരേറെപ്പഴി വന്നതല്ലോ രക്ഷിക്ക്. അയ്യോ! 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 നോക്കുണ്ടായിട്ടെന്ത് കാര്യം? അതെടുക്കാനുള്ള സമയം വേണ്ടേ? അതെടുത്തിട്ടും കാര്യമുണ്ടോ? തല്ലി ഏത് ജാതിയാണ്? അയ്യോ! അയ്യോ! പന പിടിക്കുന്ന കൈയല്ലേ? അയ്യോ! 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 എന്ത് നല്ലാണ് തല്ലിയത്? അയ്യോ! ഏയ്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ, അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അയാളെ ഭയങ്കര പേടിയാണ്. അതെന്താ? അത് ആരാ വരുന്ന നോക്കി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു.
എന്താ ആലോചിക്കുന്നത്? ഞാൻ കടം വാങ്ങാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന് ആലോചിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണല്ലേ? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. 15 രൂപ തരാൻ നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നെ കരയിക്കാനാണ് നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. എന്തു ചെയ്യാം, നമ്മൾ രണ്ടുപേരും പാവപ്പെട്ടവരായി പോയി. നിങ്ങൾക്കറിയാമോ, അപ്പൻ ചെറ്റൻ ചുമച്ചു തുപ്പിക്കൊണ്ടാണ് പന കയറുന്നത്. എനിക്ക് വേണ്ടി. അത്രയും കഷ്ടമൊന്നും നിങ്ങൾക്കില്ലല്ലോ. ഇന്നലെ കരഞ്ഞല്ലേ? കണ്ണീരൊളിച്ച് പാടിയാൻ കണ്ടല്ലോ. എന്റെ കരൾ തടിക്കാൻ എനിക്ക് തോന്നുന്നു. കരണത്തടിക്കുന്ന മുമ്പേ എനിക്കൊരു ബ്ലൗസ് വാങ്ങിച്ചിട്ടാ. ദാ കണ്ട, ഇന്നലെ വലിച്ചു കീറിയില്ലേ? നിന്റെ ഇവിടെ ഒരു കറുത്ത മറമുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല. അതെങ്ങനെ? മുഖത്ത് നോക്കാറില്ലല്ലോ, വേറെ വല്ലയിടത്തല്ലേ നോട്ടം.